നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ കാര്യകാരണങ്ങളെല്ലാം തന്നെ വിശകലനം ചെയ്ത് കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കും എങ്കിൽ പോലും എല്ലാം വളരെ സുഗമമായിട്ടും പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനുള്ള അവസരം വളരെ സമാധാനത്തിന് വഴിയൊരുക്കും എന്ന് മാത്രമല്ല, ഭാവിയിലേക്ക് ഈ ഒരു ഏറ്റെടുക്കുന്ന പല കാര്യങ്ങളിലും ഗുണകരമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും എന്ന ധാരണയും സർവസ്വീകാര്യതയും വന്നു ചേരുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് അനുകൂലമായുള്ള അനുമതി ലഭിക്കുവാനും ഈ മാസത്തിൽ തന്നെ യാത്രയ്ക്കും തയ്യാറാകുവാൻ ഇടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളെല്ലാം വിൽപ്പന ചെയ്ത് വിതരണ വിപണന മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. 9 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. മറ്റു ചിലർക്ക് ദീർഘകാല കരാറുകളാണ് എങ്കിൽ പോലും സംയുക്ത സംരംഭമായുള്ള കരാർ ജോലികളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം വളരെ കുറവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത് ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗമുള്ളത്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനിടവരും. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്ക് 1-2 ദിവസം ദൂരയാത്രകൾ വേണ്ടി വരുവാനും ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ അവരെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഓഗസ്റ്റ് മാസം കഴിയുമ്പോഴേക്കും ഇനി മുതൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാൻ തീരുമാനിക്കുവാനും ഇതിന്റെ വെളിച്ചത്തിൽ ജീവിത പങ്കാളിക്ക് ജോലി ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരുവാൻ ഇടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള നിഷ്കർഷ പോലെ തന്നെ സ്വന്തം കാര്യത്തിൽ വേണം എന്ന മാതാപിതാക്കളിൽ നിന്നും നിർബന്ധമായുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് സ്വയമേവ ധ്രുവീകരിക്കുക തന്നെയായിരിക്കും ഭാവിയിലേക്ക് നന്നാവുക എന്നുകൂടി സൂചിപ്പിക്കുന്നു. അശുഭചിന്തകൾ പലതും വന്നു ചേരുന്നത് വഴി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും അവസരം വന്നു ചേരും. ഉദര നീർദോഷ കഫരോഗ പീഡകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. വ്യായാമം സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ജനപിന്തുണ ലഭിച്ചതിനാൽ ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കും. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേർന്നാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാകുമെങ്കിലും നിലവിലുള്ളത് പൂർത്തീകരിക്കുക, ഒരു വർഷമേ ഇനി ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലവിലുള്ള പൂർത്തീകരിച്ചിട്ട് അനുബന്ധമായിട്ട് ഈ ഒരു വർഷം തന്നെ പഠിക്കാൻ ചേരുന്നത് ഗുണകരമായി തീരും എന്ന ധാരണയോടുകൂടി തന്നെ അതിനുവേണ്ടി ഓഗസ്റ്റ് മാസത്തിൽ ചേരുവാൻ ഇടയുണ്ട്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കാനിടവരും. ആത്മവിശ്വാസം വളരെ വലുത് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഉണ്ടെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണമുള്ള ഒരു ക്രമീകരണത്തിന് തയ്യാറാകുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിടവരും. ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നത് വഴി ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ജനക്ഷേമ പദ്ധതികൾക്ക് സർവാത്മന സഹകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പുതിയ ഭരണ സംവിധാനം അവലംബിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ സാധ്യത കാണുന്നുണ്ട്. അപരിചിതരുമായിട്ടുള്ള ആത്മബന്ധത്തിൽ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. സ്വന്തം പ്രവർത്തന ശൈലി
മറ്റുള്ളവർക്ക് പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ കൃതാർത്ഥതയും സമാധാനവും ആത്മാഭിമാനവും ഉണ്ടാകുവാനിടയുണ്ട്. പല വിധത്തിലുള്ള നിരാശകളും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും യുക്തിയുക്തമായിട്ടുള്ള സമീപനം, കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവതരിപ്പിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിഷ്ക്രിയരായിട്ടുള്ള ജോലിക്കാരെ പിരിച്ചുവിട്ട് ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ക്രിയാത്മകമായുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, അതല്ല എന്നുള്ള നിലയിൽ ചില ജോലിക്കാരെ ക്രമീകരിക്കുക. മറ്റു ചിലർക്ക്, വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലവർക്ക് കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കുക. വേറെ ചിലർക്ക് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് താരതമ്യേന ചെലവ് കുറവുള്ള അല്ലെങ്കിൽ അനുദിനം ജീവിത ചെലവ് കുറവുള്ള രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു ധ്രുവീകരണത്തിന് സ്വയമേവ തയ്യാറാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. ജോലിയോടൊപ്പം ഒരു ഇതര ഭാഷ പഠിക്കുവാനോ, അതായത് വികസിത രാഷ്ട്രത്തിലെ ഭാഷ പഠിക്കുവാനോ, അതല്ല ഭാവിയിലേക്ക് ഇനിയും ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതികളൊക്കെ ചേരുവാനോ അവസരം വന്നു ചേരുന്നത് ഗുണകരമായി തീരും. ഭക്തി ശ്രദ്ധാപുരസ്സരം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. അസാധ്യം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കുവാനിടയുണ്ട്. അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുവാൻ തീരുമാനിക്കും. ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം സ്വല്പം തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിൽ പോലും ഭാവിയിലേക്ക് സ്വീകാര്യത ഉണ്ടാകുന്ന വിധത്തിൽ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മറന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരും. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളും ജോലിപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വന്നു ചേരുവാൻ പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് അഹോരാത്രം പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ, അതായത് മിക്ക ദിവസങ്ങളിലും 1-2 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്തുകൊണ്ട് മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ സാധിക്കും. എന്നാലും സഹപ്രവർത്തകരുടെ സഹായ സഹകരണം വേണ്ടി വരുവാനും ഇടയുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന പല കരാറ് ജോലികളാണെങ്കിലും രേഖാപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം തിരിച്ചു ലഭിക്കുന്നതിന്റെ വെളിച്ചത്തിൽ നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചാലോ, വ്യാപാരത്തിൽ പണം മുതൽ മുടക്കിയാലോ, അതല്ല ജന്മനാട്ടിൽ വന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തന മണ്ഡലത്തിൽ ഏർപ്പെട്ടാലോ എന്ന പല വിധത്തിലുള്ള തോന്നലുകളും പലർക്കും ഉണ്ടാകുമെങ്കിലും ഇതെല്ലാം തന്നെ വൃഥാവിലാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടും പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം ജോലി നഷ്ടപ്പെടും, ഉപജീവനത്തിന് പോലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ എവിടെയൊക്കെ ജോലി ചെയ്യുന്നു അവിടെയൊക്കെ തന്നെ തുടർന്ന് ഏറ്റെടുത്ത എന്തൊക്കെ ചുമതലകളെങ്കിലും അത് അനുവർത്തിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. സാമ്പത്തികമായിട്ടുള്ള ദുരുപയോഗം ചെയ്യുന്ന മക്കൾക്ക് വേണ്ടപ്പെട്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. ആഗ്രഹിക്കുന്ന വിദേശയാത്ര അനുഭവത്തിൽ വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും വികസിത രാഷ്ട്രത്തിലെ അല്ലെങ്കിൽ വിദേശത്തെ ചെലവിനങ്ങളെ വിലയിരുത്തി ആ രാജ്യത്തിലേക്ക് പോയാൽ നേട്ടമുണ്ടാകുവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലർക്കെല്ലാം തന്നെ പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികളൊക്കെ വികസിത രാഷ്ട്രത്തിൽ പോയാൽ അനുബന്ധമായിട്ട് ജോലി ചെയ്യാൻ സാഹചര്യങ്ങൾ വളരെ കുറയുക, രേഖാപരമായിട്ടുള്ള കാര്യങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ഇതിന്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിൽ തന്നെ
ഭേദപ്പെട്ട വിദ്യാലയത്തിൽ ഉപരിപഠനത്തിൽ പ്രവേശനം സ്വീകരിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകൾ വേണ്ടിവരും. ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് ഒരുപക്ഷെ ഭക്ഷ്യവിഷബാധ ഏൽക്കുവാൻ സാധ്യതയുണ്ട്. മേലധികാരി ചെയ്തു വെച്ചതായുള്ള പല അബദ്ധങ്ങളും തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് മാസത്തിൽ മാത്രമല്ല ഇനിയുള്ള ഒരു 6 മാസത്തിലും കൂടുതൽ തൊഴിൽ വേണ്ടിവരും, അല്ലെങ്കിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും എന്ന ധാരണയോടുകൂടി തന്നെ ഈ ഒരു വിഭാഗം ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. ഉദ്യോഗത്തിന് പുറമെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് ഗുണകരമായി തീരും. മറ്റു ചിലർക്ക് ഭാവിയിലേക്ക് ഇനിയും ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതികളൊക്കെ, അതായത് സായാഹ്ന ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഈവനിങ് ക്ലാസ്സിനോ ഞായറാഴ്ചകളിലുള്ള ക്ലാസ്സിനോ ഓൺലൈനായിട്ട് പഠിക്കാൻ തക്കവണ്ണമുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനുമായിട്ടും ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കുവാനുമായിട്ടും ഭക്ഷണ ക്രമീകരണം, പ്രകൃതി ഭക്ഷണ രീതികൾ, വ്യായാമം എന്നിവ ശീലിക്കുവാനായിട്ട് സ്വയമേവ തയ്യാറാകുവാനിടയുണ്ട്. അസ്ഥി വാത നാഡീ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുന്നത് വഴി ചിലര് ശസ്ത്രക്രിയ വേണമെന്ന് പറയും, മറ്റു ചിലർക്ക് മരുന്നുകളെ കൊണ്ട് മാത്രം അസുഖം ഭേദാവും എന്ന ധാരണയോടുകൂടി തന്നെ അതിനുവേണ്ടി വേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ആർജിച്ച വിജ്ഞാനമൊക്കെ നല്ലതാണെങ്കിൽ പോലും പ്രാവർത്തിക തലത്തിൽ അത് ഫലപ്രാപ്തിയിലെത്തുവാൻ സാധിക്കുക വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അവതരിപ്പിക്കാവൂ. അല്ലാത്ത പക്ഷം സ്വീകാര്യത കുറയുവാൻ ഇടയുണ്ട്. ശുഭകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരും. അവധി ലഭിക്കാത്തതിനാൽ ജോലി സ്ഥലത്ത് തന്നെ ഓണം ആഘോഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ, സഹപ്രവർത്തകരോടൊപ്പം ഓണം ആഘോഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വേറെ ചിലർക്ക് കുടുംബത്തിലെ ചില അസ്വാസ്ഥ്യങ്ങളെ കൊണ്ട് തൽക്കാലത്തേക്ക് ഈ വർഷം ഓണമാഘോഷം വേണ്ടെന്ന് വെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കലാകായിക മേഖലകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ 3-4 മാസമായിട്ട് പരിശീലനം സജീവമാവുകയും ഒരു പ്രത്യേക വിഭാഗമായതുകൊണ്ട് വിദ്യാരംഭ ചടങ്ങിനോടനുബന്ധമായിട്ട് അതിനൊരു പുനരാവിഷ്കരണത്തിന് തയ്യാറാകുവാനും സാധ്യതയുണ്ട്. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഗുണകരമായി തീരും. കഴിവും അറിവും പ്രാപ്തിയും അവസരങ്ങളും വന്നു ചേർന്നാലും വളരെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ പ്രവർത്തിക്കാവൂ. യുവതലമുറയിലുള്ളവർക്ക് പുതിയ വിജ്ഞാന ശാഖകൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് പ്രാരംഭത്തിൽ അവതരിപ്പിക്കുന്നത് അവർക്ക് സ്വീകാര്യത വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ സംവിധാനത്തോടുകൂടി അവലംബിക്കുന്നത് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ക്രിയാത്മകമായുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. പ്രധാന തീരുമാനങ്ങൾക്ക് യുക്തമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. മംഗളവേളകളിൽ വെച്ചോ ആരാധനാലയത്തിൽ വെച്ചോ പുതിയ സ്നേഹബന്ധം ഉടലെടുക്കുവാൻ അവസരം വന്നു ചേരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. പ്രതിഫലേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടവരും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം വിട്ടുപോകുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും മനനം ചെയ്തുകൊണ്ടും എഴുതി വെച്ചുകൊണ്ടും പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനിടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. പുതിയ ഭരണ സംവിധാനം, ഭരണപരിഷ്കാരം എല്ലാവർക്കും സ്വീകാര്യമല്ലാത്തതുകൊണ്ട് സ്വല്പം അസ്വാരസ്യങ്ങൾ പലരിൽ നിന്നും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഗുണകരമായും ആകും എന്ന നിർദ്ദേശങ്ങൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. നിസ്സാര അസുഖങ്ങൾക്ക് പോലും
വിദഗ്ധമായുള്ള ചികിത്സ വേണ്ടി വരുവാനിടയുണ്ട്. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും സഹായ അഭ്യർത്ഥന നിരസിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് വേണ്ടപ്പെട്ടവരിൽ നിന്നും സ്വല്പം വിരോധമായുള്ള ഒരു അവസ്ഥാവിശേഷം വന്നു ചേരുവാനിടയുണ്ട്. സഹപാഠികൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും സാധ്യത പോലും കാണുന്നു. നന്മ തിന്മകളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ധ്രുവീകരണം സ്വയമേവ മനസ്സിലുണ്ടാവുകയും നന്മകളെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വയമേവ സ്വീകരിക്കുകയും തിന്മകളെ ഒഴിവാക്കുവാനുള്ള ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ സംജാതമാകുവാനും പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്.